குட் ஆஃப்டர்நூன் கைஸ். അപ്പോൾ DS ഇറൈ ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ. அந்த പേരിലെ ഒരു ഗത്ത് ഇருக்கு. നമുക്കെല്ലാവർക്കും അറിയാം ഭ്രമയുഗം, ഭൂതകാലം. ഈ സിനിമകൾ കണ്ടവർക്കറിയാം ആ ഡയറക്ടറിന്റെ റേഞ്ച് എന്താണെന്നുള്ളത്. അത് നമുക്ക് പറയാം. അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലല്ലറ്റൻ്റെ മകനായ പ്രണവ് മോഹൻലാലാണ് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിൽ ജീവിക്കുകയാണ്. ഹീ ഈസ് ആൻ എക്സ്ട്രാ ഓർഡിനറി ആക്ടർ എന്ന് നമുക്ക് ഈ ഫിലിം കാണുമ്പോൾ അറിയാം. അയാളെ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്താൽ, അതായത് പണി അറിയാവുന്ന ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ ഒരു ആക്ടറിനെ കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ പടത്തിലുണ്ട്. പിന്നെ സിനിമ എടുത്തു പറയാനാണെങ്കിൽ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരിടക്കാലത്ത് നമ്മുടെ മലയാളം സിനിമകളിൽ ഹൊറർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ലായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? ആരും വിശ്വസിക്കത്തില്ല. അതിനെ വിശ്വസനീയമാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അതേസമയം കൊറിയൻ ഫിലിംസിലാണെങ്കിൽ ശരി, സോംബി ഫിലിംസിൽ അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ നമ്മുടെ മേക്ക് ബിലീഫ് എന്ന് പറയത്തില്ല മോഹൻലാൽ, മേക്ക് ബിലീഫ് അത് എന്ന് പറയുന്നത് നമ്മളെ മലയാളീസിന് വർക്കൗട്ടാക്കാൻ വലിയ പാടായിരുന്നു. നമ്മളെ ഇടയ്ക്ക് വെച്ച് കുറേ സിനിമ ഇറങ്ങിയാൽ എന്തോ ആകാശഗംഗ 2, പിന്നെ ജയറാമിൻ്റെ ഒരു ഹൊറർ ഫിലിം, എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളാണ് അതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ തറയിൽ നിന്ന് കൈ ഇങ്ങനെ വരുന്നത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ അതിനെ സൗണ്ട് എഫക്റ്റ് കൊണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കുക എന്നുള്ളതല്ലാതെ വിഷ്വൽസ് കൊണ്ട് അവർക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. ആ സിനിമയിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം അതിനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അതേസമയം അത് മാത്രമല്ല, അവർ കൂടുതൽ ഇരുട്ട്, കാട്, മൂങ്ങയെ കാണിക്കുന്ന, പട്ടി ഓരി വിടുന്ന, പൂച്ച അമർന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മളെ അവർ ഈ പറയുന്ന പോലെ നമ്മളെ ആ സിനിമയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ നടക്കത്തില്ല. നമുക്കങ്ങോട്ട് ആ സിനിമയിലേക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല. നമുക്ക് മലങ്കൾട്ടായിട്ടാണ് അതൊക്കെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആക്കിയിട്ട് നമ്മുടെ ഭ്രമയുഗം ഇറക്കിയത്. ആ ഒരു ഭീതിയുള്ള അവസാന ഘട്ടത്തിലൊക്കെയാണ് മമ്മൂട്ടിയുടെ ആ ഒരു ഭയാനകമായിട്ടുള്ള രീതിയൊക്കെ കാണിക്കുന്നത്. അതുവരെയും ആ ഒരു ഭീതി ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് രാഹുൽ സദാശിവന്റെ മെയിൻ പണി. അതേപോലെ തന്നെയാണ് നമ്മുടെ ഭൂതകാലത്തിലും വരുന്നത്. ഇതിനകത്ത് ക്ലൈമാക്സിൽ ഒരു ഭൂതകാലത്തിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് കൊണ്ട് നിർത്തുന്നത്. പക്ഷേ അങ്ങനെ ഒരു സീനൊന്നും കാണിക്കുന്നില്ല. ഞാനും വിചാരിച്ചു സീന് എന്തെങ്കിലും ടൈലൻഡ് എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചു. നമ്മുടെ പോയിടത്തില്ലായിരുന്നു. ടൈലൻഡ് ഒന്നും ഇല്ല. നമ്മൾ എഴുതി കാണിപ്പ് കാത്തിരിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ഞാൻ അവസാനം വരെ തിയേറ്റർ ഓഫ് ചെയ്യുന്നവരെ ഞാൻ അവിടെ ഇരുന്നു. അവിടെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു പ്രത്യേകിച്ച്. പിന്നെ പറയാന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന ക്യാരക്ടർ എക്സ്ട്രീംലി റിച്ച് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത്രയും റിച്ചസ്റ്റ് ആയിട്ടുള്ളൊരു വീട് മാത്രമാണ്. ആ വീടിൻ്റെ അകത്തുള്ള ലൈറ്റിങ് താണ്ട് ഇതേപോലെ ലൈറ്റിംഗ് ആണ്. ഇങ്ങനെ ഒരു മജന്ത ഷെയ്ഡിലൊരു ലൈറ്റൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ആണ് ആ ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒന്നും കാണിക്കുന്നില്ല. അത് ഇടയ്ക്ക് രണ്ട് ഭാഗത്തെങ്ങാണ്ട് പറഞ്ഞുള്ളൊരു ശവം കാണിക്കുന്നത്. പിന്നെ പണ്ട് മുതലുള്ള ഒരു ക്ലേശ സാധനമാണ് ഈ കിണറ്റിൻ്റെ അകത്തു നിന്നുള്ള ഡെഡ് ബോഡി എടുക്കുക, അതിനെ ഇങ്ങനെ ഭയങ്കര വൾഗറായിട്ട് ഇങ്ങനെ കാണിക്കുക, കണ്ണടച്ചിരുന്നിട്ട് അടുത്തോട്ട് ഇങ്ങനെ കണ്ണ് തുറക്കുന്ന സാധനമൊക്കെ ഉണ്ട്. ഇതൊക്കെ പണ്ട് മുതലേ ഉള്ളൊരു സാധനമാണ്. ഇംഗ്ലീഷ് ഫിലിംസിലായാലും കൂടുതൽ കാണുന്നൊരു സാധനമാണ്. കാരണം ഹൊറർ ഫിലിമാണ്, നമ്മളെ പേടിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. അപ്പം അതെന്തായാലും ഉണ്ടായിരിക്കും. ആ സാധനം മിക്ക ഫിലിമുകളിലും ഉണ്ടായിരിക്കും. നമ്മുടെ ഇൻഹരിയർ നഗറിന്റെ സെക്കൻഡ് പാർട്ടിൽ പോലും കാണിച്ചിട്ടുണ്ട്. കിണറ്റിൽ നിന്ന് ഒരു കീറിയ വസ്ത്രങ്ങളുമായിട്ടൊരു സ്ത്രീ എണീറ്റ് വരിക എന്ന് പറഞ്ഞാൽ അത് ഭീതി ഉളവാക്കുന്ന സാധനമാണത്. അതേപോലെ തന്നെ ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ പടം പിന്നെ വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. ആ ഒരു സസ്പെൻസ് ഒന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി ആക്ടേഴ്സ് എന്താ പറയുക, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ നായികയെ കാണിക്കുന്നില്ല, പക്ഷെ അവസാനം ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അതിനെ അയാളെയും കാണിക്കുന്നില്ല. അതിൻ്റെ ഫോട്ടോസും പറഞ്ഞുള്ളൊരു സംഭവമുള്ളൂ. ആ പറച്ചിലിൽ തന്നെ അയാളുടെ പ്രസൻസ് ആ ഫിലിമിലുണ്ട്. നമുക്ക് ആ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പം അതിനകത്തൊരു നമുക്ക് സുപരിചിതനായിട്ടുള്ളൊരു ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. പക്ഷെ ആ ക്യാരക്ടറിനെ അതിൽ കൊണ്ടുവരുന്നില്ല. അയാളുടെ ഒരു പ്രസൻസ് മാത്രമേ. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനെ എക്സ്പെക്ട് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ആസ്വദിക്കാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രെയിലർ പോലും കാണാതാണ് ചില സിനിമകൾ കാണാൻ പോകുന്നത്. ഞാൻ ഈ DSRയുടെ ട്രെയിലറും കാര്യങ്ങളും ഒന്നും കണ്ടില്ല, കാണാതാണ് പോകുന്നത്. ഹൊററാണെന്നറിയാം. എങ്ങനെ നമ്മളെ പേടിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. അത് പേടിപ്പിക്കൽ മാത്രമല്ലടോ, എന്താ പറയാ, അത് ആ ഒരു വീട്ടിൻ്റെ അകത്ത് നമ്മളെ അങ്ങ് കൊണ്ടുപോവുക. പുള്ളി ഒറ്റയ്ക്കേ ഉള്ളൂ പ്രണവ് മോഹൻലാൽ. ആ വീട് അത്രയും വലിയ എക്സ്ട്രീംലി റിച്ച് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആളിപ്പോൾ ഭയങ്കര ബിസിനസ് മാനാണ്. അപ്പോൾ ആ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ.
പിന്നെ അതിന് ഇടയ്ക്ക് വെച്ചൊരു ആക്സിഡൻറ്റ് സീനുണ്ട്, അത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര എന്താ പറയുക, അതൊക്കെ മേലിങ്ങനെ പെരുത്തു പോകുന്ന രീതിയിലാണ് അതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേക്കപ്പ് ആണെങ്കിലും എല്ലാം. പിന്നെ സ്കോറ്, സൗണ്ടിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല, അടിപൊളിയായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. സൗണ്ട് ഡിസൈനിങ് ആയാലും എല്ലാം. പിന്നെ സിനിമാറ്റോഗ്രാഫി, എസ്പെഷ്യലി ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. പിന്നെ കൂടുതൽ പറയാനായിട്ട് നല്ലൊരു സ്റ്റോറിയാണ്. ഒരുപാട് വലിച്ചു നീട്ടലോ അല്ലെങ്കിൽ ഒരുപാട് നേരം ഇരുത്തി ബോറടിപ്പിക്കലോ ഒന്നുമില്ല. 2 മണിക്കൂറേ ഫിലിമുള്ളൂ, ഇൻക്ലൂഡിങ് ഇൻ്റർവെൽ. ഒരു 2 മണിക്കൂറും 10 മിനിറ്റും കൂടെങ്കിലും കാണും മാക്സിമം. ആ ഒരു 2 മണിക്കൂറിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഒരുപാട് നേരം ഇരുത്തി ബോറടിപ്പിച്ച് ഇങ്ങനെ ആ സാധനം അത് ഓവറായിട്ടൊന്നും ഇല്ല. നമ്മളിങ്ങനെ കൊണ്ടുപോവാണ്, അവരുടെ കൂടെ നമ്മളെ സഞ്ചരിപ്പിക്കുകയാണ്. അതേപോലെ പ്രണവ് മോഹൻലാലിൻ്റെ ആക്ടിങ്, അയാളുടെ പേടിയും, അയാൾ ആദ്യമൊക്കെ പുള്ളിക്ക് അതൊരു കണ്ടുപിടിക്കണം എന്നുള്ള റിവെഞ്ചും, പിന്നെ ലാസ്റ്റ് അതിന് സോഫ്റ്റായിട്ട് വരുന്നതും എല്ലാം കൊണ്ട് നല്ല കിടുക്കം ഫിലിമാണ് മക്കളെ. ആരും പോയി OTT കാണാനിരിക്കരുത്. ദയവ് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യുക. അത്ര രസമുള്ള ഫിലിമാണ്. വേറെ 2 മണിക്കൂറുള്ള സിനിമ, ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഉച്ചയ്ക്ക് ചോറുണ്ട് ഒന്ന് ഉറങ്ങി എണീക്കുന്ന സമയം മാത്രമേ അതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ പോവുക, ജസ്റ്റ് ബുക്ക് യുവർ ടിക്കറ്റ് ആൻഡ് ഗോ ആൻഡ് വാച്ച്. വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഫിലിം 6 മിനിറ്റ്സ് ആയി അല്ലേ? ഓക്കെ, അപ്പോൾ ഫിലിം കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോയി കാണുക. അപ്പോൾ സി യു അഗെയിൻ, ബൈ.